BNSലെ വകുപ്പ് 63 ഇത് വരുന്നത് ചാപ്റ്റർ 5ലാണ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് IPCയിൽ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പഠിക്കുന്നത്. വകുപ്പുകൾ മാത്രം മാറ്റമുണ്ട് എന്ന് മാത്രം. BNSലെ 63ാമത്തെ വകുപ്പിലാണ് ഈ ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത്. പ്രധാനമായും 63, 64, 65, 66 സെക്ഷനുകൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നു. ഈ ഒരു വാക്കിന് നിർവചനവും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നത് 63 ബലാത്സംഗം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ബലാത്സംഗമല്ല. ബലാത്സംഗത്തിൽ മെയിനായിട്ട് പറയുന്നത് ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തിനകത്തേക്ക് പുരുഷന്റെ ഭാഗങ്ങൾ കടന്നു കയറ്റുന്നത്. അത് വിരലാകാം, ലൈംഗിക അവയവമാകാം, എന്തുമാകാം. അപ്പോൾ അത് ഒരു മെഡിക്കൽ പർപ്പസിന് വേണ്ടി വിശ്വാസപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് ബലാത്സംഗമായിട്ട് കണക്കാക്കത്തില്ല. അതുപോലെ 18 വയസ്സിന് താഴെ അല്ലാത്ത ഭാര്യയുമായിട്ട് ഒരു പുരുഷൻ നടത്തുന്ന ലൈംഗിക ബന്ധമോ ലൈംഗിക പ്രവർത്തനമോ ബലാത്സംഗമായിട്ട് കണക്കാക്കത്തില്ല. ഉദാഹരണം, മാരീഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി നുഴഞ്ഞുകയറ്റ പ്രവർത്തനത്തെ ശാരീരികമായി ചെറുക്കാത്ത ഒരു സ്ത്രീ, എക്സാമ്പിൾ ഒരു റേപ്പിന്റെ കാര്യം തന്നെ പറയാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേര് സിനിമയിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ അറിയാം. സിദ്ദിഖ് അത് വിക്ടിമിനോട് പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ നായിക, ആ ഒരു വിക്ടിമായിട്ടുള്ള നായിക എന്താണ് ഇതിനെ ഈ റേപ്പിനെ ചെറുക്കാതെയാണ് നിൽക്കുന്നത്. കാരണം ആ സമയത്ത് അവർ ദ്രോഹിച്ച ആ പുരുഷന്റെ മുഖം കൈകൊണ്ട് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ വസ്തുതയുടെ കാരണം കൊണ്ട് മാത്രം ലൈംഗിക പ്രവർത്തനത്തിന് സ്ത്രീ സമ്മതം നൽകിയതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ കണക്കാക്കിയതായിക്കൂടെ എന്ന് സിദ്ദിഖ് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഓർത്തിരുന്നാൽ ഈ ഒരു സെക്ഷൻ മനസ്സിലാവും. ബലാത്സംഗം ഇവിടെ ഒത്തിരി ഈ ഓരോ പാർട്ടും ഞാൻ മലയാള ഇതിലാണ് കൊടുത്തേക്കുന്നത്. സോ ഞാൻ അത് റിപ്പീറ്റ് പറയത്തില്ല. ഓക്കെ, അതിൽ പറയുന്നത് വെച്ചാൽ ഒരു പുരുഷൻ എങ്ങനെയാണ് ലൈംഗിക പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ലൈംഗിക അവയവങ്ങൾ വഴിയോ മറ്റ് അവയവങ്ങൾ വഴിയോ എന്താണ് തൻ്റെ സെക്ഷൽ പാർട്ട് തുളച്ചു കയറുകയോ അല്ലെങ്കിൽ അവനുമായി മറ്റേതെങ്കിലും വ്യക്തിയോടൊപ്പമോ അവളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിലും പറയുന്നത് ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് ലിംഗമല്ലാത്ത ഏതെങ്കിലും ഒരു പരിധി വരെ പ്രവേശിപ്പിക്കുക, ഒരു ഭാഗമോ ഇത് മനുഷ്യന്റെ കൈവിരലുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അത് എന്താണ് ബലാത്സംഗമായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 4ാമത്തെ ഉപവകുപ്പിൽ ഒരു 7 വിവരണങ്ങൾ പറയുന്നുണ്ട്. അതായത് സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കണക്കാക്കാം. പിന്നെ അവളുടെ സമ്മതമില്ലാതെ ചെയ്യുന്നത് ബലാത്കാരമാണ്. പിന്നെ അവളുടെ സമ്മതത്തോടെ അവളെയോ അവൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെയോ മരണഭയത്താലോ വേദനയിലോ ആക്കി അവളുടെ സമയം നേടിയെടുത്ത് റേപ്പ് ചെയ്യുന്നതും റേപ്പ് തന്നെയായിട്ട് കണക്കാക്കും. പിന്നെ ഈ മാനസിക രോഗം അല്ലെങ്കിൽ ലഹരിയൊക്കെ കൊടുത്ത് ചെയ്യിക്കുന്നത് 18 വയസ്സിൽ താഴെ ഉള്ളപ്പോൾ സമ്മതത്തോടെയോ സമ്മതമില്ലാതെ ചെയ്താലും രണ്ടും ഒരേ സെക്ഷൻ തന്നെയാണ്. സമ്മതം അറിയിക്കാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥയിലും അത് ബലാത്സംഗമായിട്ട് കൂട്ടും. ഓക്കെ, ഇനി 64ാമത്തെ സെഷനിൽ പറയുന്നത് ഈ ബലാത്സംഗത്തിന്റെ ശിക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ ഉപവകുപ്പ് 1ഉം 2ഉം ഒഴികെ എല്ലാ കേസുകളിലും ബലാത്സംഗം ചെയ്യുന്നവരെ 10 വർഷത്തിൽ കുറയാത്തതും തടവ് നീട്ടിയേക്കാവുന്നതുമായ ഒരു സെക്ഷനാണ് നൽകുന്നത്. അതിൽ കഠിന തടവെന്ന് വേണമെങ്കിൽ ശിക്ഷിക്കപ്പെടാം, അതേപോലെ ജീവപര്യന്തവും പിഴയും വരെ ഈടാക്കാം. 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ മിനിമം കിട്ടും. ഇനി ഇവിടെ ഉപവകുപ്പ് 1 അല്ലെങ്കിൽ 2 പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യം ചെയ്യുന്നവർ അത്തരം കമ്മീഷൻ സമയത്ത് സ്ത്രീയുടെ മരണത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ സ്ത്രീ സ്ഥിരമായ അസ്യാഹാരത്തിന് ആയിരിക്കുന്നതിന് കാരണമായ ഒരു മുറിവ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മലയാളം ട്രാൻസ്ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേർഡ്സ് വരുന്നത്. മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് 1, 2 ഉപവകുപ്പ് പ്രകാരമാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത എന്നാൽ ജീവപര്യന്തം തടവ് വരെ നീട്ടിയേക്കാവുന്ന കാലയളവിൽ കഠിന തടവിന് വിധേയമാക്കും. അതായത് തടവ് ശിക്ഷ ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ബാക്കി അല്ലെങ്കിൽ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു 64 വരെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്.